Sorry, sir. നിതിൻ രാജിന്റെ ആത്മഹത്യാ കേസിൽ ഡോക്ടർ M.K. റാമിനെ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിൽ എത്തിച്ച് തെളിവെടുത്തു. ഡിവൈഎസ്പി ജീവൻ ജോർജിന്റെ നേതൃത്വത്തിലാണ് തെളിവെടുപ്പ്. റാമിന്റെ ക്ലിനിക്കുകളിലും തെളിവെടുപ്പ് നടത്തി. മനോജ് മേൽ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. മനോജ്, M.K. റാമുമായുള്ള തെളിവെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞു. ഈ കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ള നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണോ M.K. റാം? എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? കൃഷ്ണന്തു, തീർച്ചയായും ആ നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും ഡോക്ടർ M.K. റാം ഉള്ളത്. ഏപ്രിൽ 10-നാണ് നിതിൻ രാജ് ആത്മഹത്യ ചെയ്യുന്നത്. അതിനുശേഷം ആദ്യമായാണ് ഡോക്ടർ M.K. റാം അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിൽ എത്തുന്നത്. വളരെ വൈകാരികമായ ഒരു നിമിഷമായിരുന്നു അത് എന്നാണ് അവിടെ ഉണ്ടായിരുന്ന കുട്ടികളൊക്കെ പറയുന്നത്. ഡോക്ടർ M.K. റാമിനെ ഈ പോലീസ് വാഹനത്തിൽ നിന്നും പുറത്തിറക്കിയിരുന്നില്ല. കുട്ടികളൊക്കെ തന്നെ ദൂരെ നിന്ന് അദ്ദേഹത്തെ കാണുകയും അദ്ദേഹത്തോട് സംസാരിക്കാനുള്ള ഒരു ശ്രമം നടത്തുകയൊക്കെ ചെയ്തു. പക്ഷേ പോലീസ് അതിൻ്റെ അടുത്തേക്ക് ആരെയും കടത്തിവിട്ടിരുന്നില്ല. വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയാണ് ഡിവൈഎസ്പി ജീവൻ ജോർജിന്റെ നേതൃത്വത്തിൽ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ സംഘം ഈ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിൽ തെളിവെടുപ്പ് നടത്തിയത്. ജീവൻ ജോർജിന്റെ നേതൃത്വത്തിൽ പ്രിൻസിപ്പാളിന്റെ മുറിയിൽ എത്തിയാണ് പ്രധാനമായും ഇന്ന് തെളിവെടുപ്പ് നടന്നിട്ടുള്ളത്. അവിടെ നിന്ന് ഈ നിതിൻ രാജ് ഏറ്റവും അവസാനമായി ഈ പ്രിൻസിപ്പാളുടെ മുറിയിൽ നിന്ന് പോയി അതിനുശേഷമാണ് ഈ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പ്രിൻസിപ്പാളിന്റെ മുറിയിൽ അന്ന് എന്തൊക്കെ കാര്യങ്ങൾ നടന്നു എന്നതിലാണ് പ്രധാനമായും അന്വേഷണ സംഘം ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. അതുമായി ബന്ധപ്പെട്ട തെളിവുകളാണ് പ്രധാനമായും ജീവൻ ജോർജിന്റെ നേതൃത്വത്തിൽ പരിശോധിക്കുകയും ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഈ നിതിൻ രാജ് ചാടിയ കെട്ടിടത്തിന്റെ മുകളിൽ അതിൽ നിന്നും വീണ സ്ഥലം, ഇതൊക്കെ തന്നെ ഈ അന്വേഷണ സംഘം വിശദമായി തന്നെ പരിശോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇവിടെയൊന്നും ഡോക്ടർ M.K. റാമിനെ കൊണ്ടുപോയിരുന്നില്ല. ഈ വാഹനത്തിൽ നിന്നും പോലീസ് ജീപ്പിൽ നിന്നും അദ്ദേഹത്തെ പുറത്തിറക്കാതെയാണ് ഈ തെളിവെടുപ്പ് നടത്തിയിട്ടുള്ളത്. എന്തായാലും വളരെ വൈകാരികമായ ഒരു കാര്യം തന്നെയാണ് അവിടെ നടന്നത്. കാരണം ഈ കോളേജിന്റെ ആരംഭം മുതൽ തന്നെ ദന്തൽ കോളേജിലെ അധ്യാപകനായിരുന്നു ഡോക്ടർ M.K. റാം. അവിടുത്തെ HOD ആയിരുന്നു. അങ്ങനെ ആ കോളേജുമായി ബന്ധപ്പെട്ട് ഏറെ വൈകാരികമായ കാര്യങ്ങളൊക്കെ ഉള്ളതിനാൽ തന്നെ ആ കോളേജിൽ കൊണ്ടുപോകരുതേ എന്ന ഒരു അഭ്യർത്ഥനയാണ് തുടക്കം മുതൽ, ഈ കസ്റ്റഡിയിൽ വിട്ടുകിട്ടിയത് മുതൽ ഡോക്ടർ M.K. റാമിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. തനിക്ക് അത് സഹിക്കാൻ കഴിയില്ല എന്ന കാര്യമാണ് M.K. റാം അന്വേഷണ സംഘത്തോട് പറഞ്ഞിരുന്നത്. പക്ഷേ അന്വേഷണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം എന്നുള്ള നിലയിൽ അവിടെ തെളിവെടുപ്പ് അനിവാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അന്വേഷണ സംഘം ഡോക്ടർ M.K. റാമിനെ അവിടെ കൊണ്ടുപോയത്. പക്ഷേ മറ്റ് കാര്യങ്ങൾ, അവിടെ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ ഏർപ്പെടുത്തേണ്ടതിനാലും അവിടെ മറ്റൊരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാകരുത് എന്ന കാരണത്താലും ഡോക്ടർ M.K. റാമിനെ പുറത്തിറക്കാതെ പോലീസ് ഈ നടപടികളൊക്കെ തന്നെ പൂർത്തിയാക്കുകയാണ് ചെയ്തത്. സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ടും ഉണ്ടായിരുന്നു. അവിടെ സംഘർഷ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലുള്ള സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ കരുതലോടുകൂടി മാധ്യമങ്ങളിൽ നിന്നൊക്കെ തന്നെ ഈ കാര്യങ്ങളൊക്കെ മറച്ചുവെച്ചുകൊണ്ടാണ് അന്വേഷണ സംഘം ഈ കാര്യങ്ങളൊക്കെ തന്നെ പൂർത്തിയാക്കിയിട്ടുള്ളത് എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ പ്രിൻസിപ്പാളിന്റെ മുറിയിൽ നിന്നും ഈ എന്തൊക്കെ കാര്യങ്ങളാണ് അന്ന് ഉണ്ടായത്, അതായത് ഏപ്രിൽ 10-ാം തീയതി എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ഉണ്ടായത് എന്ന കാര്യങ്ങളാണ് അന്വേഷണ സംഘം ചോദിച്ചറിഞ്ഞിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് വീണ്ടും മൊഴിയെടുപ്പും അതോടൊപ്പം തന്നെ തെളിവെടുപ്പും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. എന്തായാലും ഇന്ന് മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ പൂർത്തിയാക്കിയതിനാൽ ഈ റാമിന്റെ തെളിവെടുപ്പ് പൂർത്തിയായി എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. 2 ക്ലിനിക്കുകൾ, അതായത് ചിറക്കുനിയിലെയും എടക്കാട് ക്ലിനിക്കുകളിലും ഡോക്ടർ റാമിനെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഇവിടെ നിന്ന് കാര്യമായി എന്തെങ്കിലും ഒന്നും കിട്ടിയിട്ടില്ല എന്നാണ് അന്വേഷണ സംഘത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. റാമിന്റെ വീട്ടിൽ ഇന്നലെ തെളിവെടുപ്പ് നടന്നിരുന്നു. അവിടെ നിന്നും റാം ഉപയോഗിച്ച മൊബൈൽ ഫോൺ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇത് വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ റാം ചോദ്യം ചെയ്യലിലുടനീളം പറഞ്ഞത് തനിക്കെതിരായ ഈ ആക്ഷേപങ്ങളൊക്കെ തന്നെ റാം നിഷേധിക്കുകയാണ്. താൻ ഒരു ഘട്ടത്തിൽ പോലും
ആരെയും ജാതി അധിക്ഷേപം നടത്തിയിട്ടില്ല എന്ന് റാം ആവർത്തിച്ച് പറയുകയാണ്. അത്തരത്തിലുള്ള ഒരു കാര്യം തന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്ന് ആവർത്തിച്ച് തന്നെ ഡോക്ടർ MK റാം പറയുകയാണ്. ഒരു തരത്തിലും അത്തരത്തിൽ ഏതെങ്കിലും കുട്ടികളെ ജാതീയമായി അധിക്ഷേപിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ മറ്റു മോശം പദങ്ങൾ ഉപയോഗിച്ച് ചീത്ത വിളിക്കുകയോ താൻ ചെയ്തിട്ടില്ല. ഇതൊക്കെ തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ മാത്രമാണെന്നാണ് ഡോക്ടർ MK റാം ഈ ചോദ്യം ചെയ്യലുടനീളം എടുത്ത ഒരു നിലപാട്. 4 കുട്ടികൾക്ക്, നിതിൻ രാജ് ഉൾപ്പെടെ 4 കുട്ടികൾക്ക് പരീക്ഷയിൽ മാർക്ക് കുറവായിരുന്നു. ആ കുട്ടികളെ അവരുടെ ഭാവിയോർത്ത് ഒരു അധ്യാപകൻ എന്ന നിലയിൽ അവരെ ശാസിച്ചിട്ടുണ്ട് എന്ന കാര്യം ഡോക്ടർ MK റാം സമ്മതിച്ചിട്ടുണ്ട്. അതായത് അവർക്ക് വേണ്ടിയാണ് താൻ സംസാരിച്ചത്. ഒരു അധ്യാപകൻ എന്ന നിലയിൽ തന്റെ കടമ നിർവഹിക്കുക മാത്രമാണ് ചെയ്തത്. ഒരു സ്വന്തം മക്കളെ പോലെയാണ് താൻ വിദ്യാർത്ഥികളെ കണ്ടിരുന്നത്. അവരെ ഒരിക്കലും താൻ മറ്റൊരു മോശം രീതിയിൽ കണ്ടിരുന്നില്ല. തനിക്കെതിരായ ഈ മൊഴി നൽകിയ കുട്ടികൾക്കും ഈ മാർക്ക് കുറവായതിന്റെ പേരിലാണ് തനിക്കെതിരെ ഇത്തരത്തിൽ അവരെയും ശാസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് തനിക്കെതിരെ ഈ മൊഴി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്ന കാര്യത്തിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടും ഈ കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷണ സംഘത്തോട് വിശദീകരിക്കുന്ന ഒരു MK റാമിനെയാണ് കണ്ടതെന്നാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് നമുക്ക് ലഭിച്ച വിവരം. എന്തായാലും വലിയ രീതിയിലുള്ള അന്വേഷണത്തിലേക്ക് കടക്കേണ്ടതുണ്ട് എന്ന് തന്നെ അന്വേഷണ സംഘം തീരുമാനിച്ച ഒരു സാഹചര്യമുണ്ട്. നിതിൻ രാജ് ചാടി മരിച്ച ആ സ്ഥലത്തൊക്കെ പോയി അന്വേഷണ സംഘം വിശദമായി തന്നെ പരിശോധിച്ചു. എന്തായാലും ഇവിടെ നിന്ന് കോളേജിൽ നിന്ന് കാര്യമായ എന്തെങ്കിലും തെളിവ് ലഭിച്ചോ എന്ന് അന്വേഷണ സംഘം ഇപ്പോൾ പറയുന്നില്ല. ഏറ്റവും സുപ്രധാനമായ വിവരങ്ങളും ഇതിനിടയിൽ കണ്ണൂർ വിഷന് ലഭിക്കുന്നുണ്ട്. നാളെ അന്വേഷണ സംഘം പ്രത്യേകമായി യോഗം ചേരും എന്നുള്ള ഏറ്റവും സുപ്രധാനമായ ഒരു വിവരമാണ് കണ്ണൂർ വിഷന് ലഭിച്ചിട്ടുള്ളത്. SP മോഹനചന്ദ്രന്റെ നേതൃത്വത്തിലാണ് അന്വേഷണ സംഘം യോഗം ചേരുക. ഇതിൽ ഇതുവരെ നടന്ന അന്വേഷണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ കിട്ടിയ കാര്യങ്ങളൊക്കെ തന്നെ വിശദമായി തന്നെ അന്വേഷണ സംഘം പരിശോധിക്കും. അതിനുശേഷം കൂടുതൽ ഏതെങ്കിലും തരത്തിൽ ആളുകളെ പ്രതി ചേർക്കേണ്ടതുണ്ടോ? ഇപ്പോൾ 2 പ്രതികളാണ് ഉള്ളത്. അത് 2 അധ്യാപകരാണ്, ഡോക്ടർ MK റാമും ഡോക്ടർ സംഗീത നമ്പ്യാരും. ഇവരെ കൂടാതെ മറ്റ് ആളുകളെ കൂടി ഇതിലേക്ക് പ്രതി ചേർക്കേണ്ടതുണ്ടോ എന്ന കാര്യം കൂടി വിശദമായി തന്നെ അന്വേഷണ സംഘം പരിശോധിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കേസിൽ കൂടുതൽ പ്രതികൾ ഉണ്ടാകാനുള്ള സാധ്യത ഈ ഘട്ടത്തിൽ നമ്മൾ തള്ളിക്കളയുന്നില്ല. അതായത് അന്വേഷണം മറ്റൊരു നിർണായകമായ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഏറ്റവും സുപ്രധാനമായ ആ വിവരമാണ് കണ്ണൂർ വിഷന് ലഭിച്ചത്. അതിന്റെ വിവരങ്ങൾ താമസിയാതെ തന്നെ നമുക്ക് പുറത്തുവിടാൻ കഴിയും എന്നാണ് കരുതുന്നത്. എന്തായാലും അന്വേഷണം അന്തിമ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. വലിയ രീതിയിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് കടക്കേണ്ടതുണ്ട് എന്ന ഒരു നിഗമനത്തിലേക്ക് ക്രൈംബ്രാഞ്ച് പ്രത്യേക അന്വേഷണ സംഘം എത്തിയിരിക്കുന്നു. നാളെ നിർണായകമായ ദിവസമാണ്. കൂടുതൽ പ്രതികൾ ഈ കേസിൽ ഉണ്ടാകുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. അതിനുള്ള സാധ്യത ഈ ഘട്ടത്തിൽ നമ്മൾ തള്ളിക്കളയുന്നില്ല. ചില വിവരങ്ങളൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് സ്ഥിരീകരിക്കാനുള്ള നടപടികളിലേക്ക് കൂടി നമ്മൾ കടക്കുകയാണ്. അതിന്റെ വിശദാംശങ്ങൾ കൂടി നമ്മൾ അടുത്തു തന്നെ പുറത്തുവിടുന്നതായിരിക്കും. കൃഷ്ണേന്ദു.